ഇന്നത്തെ ദിവസത്തിന് എന്താ പ്രത്യേകത എന്നറിയാൻ ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ ഗണിതശാസ്ത്രത്തിലെ അത്ഭുത പ്രതിഭയായ ശ്രീനിവാസ രാമാനുജനോടുള്ള ബഹുമാനാർത്ഥം ഇന്നത്തെ ദിവസമാണ്. ഡിസംബർ 22-നാണ് ദേശീയ ഗണിത ദിനമായി ആചരിച്ചു വരുന്നത്. 2012-ൽ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് ഡിസംബർ 22 ദേശീയ ഗണിത ദിനമായി ആചരിക്കാൻ ആഹ്വാനം ചെയ്തത്. രാമാനുജന്റെ ജന്മവാർഷിക ദിനമാണിന്ന്. അതാണ് ഇന്നത്തെ ചരിത്രത്തിലെ പ്രത്യേകത. തൃക്കാക്കര MLA PT തോമസിന്റെ ഓർമ്മദിനം. പ്രിയപ്പെട്ട PTയെ നമുക്കിന്ന് ഓർക്കാം. 4 തവണ MLAയും 1 തവണ MP-യുമായ PT തോമസിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ വാർത്തകളിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ പത്രങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ തലക്കെട്ടുകൾ ധാരാളമുണ്ട്. ഞായറാഴ്ചയുടെ ഒരു ആലസ്യവും പത്രങ്ങളിലില്ല. ഇന്നലത്തെ എല്ലാ പ്രധാനപ്പെട്ട വാർത്തകളും ഫ്രണ്ട് പേജിൽ തന്നെ എല്ലാ പത്രങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ പത്രങ്ങളെല്ലാം ഒന്ന് നിരത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരറ്റത്തു നിന്ന് പിടിക്കാൻ തോന്നും അല്ലേ? അപ്പോൾ നമുക്ക് ഏറ്റവും അറ്റത്തിരിക്കുന്ന മനോരമയാണ്. അപ്പോൾ സൺഡേ മനോരമയിൽ നിന്ന് തുടങ്ങാം. മനോരമയിൽ തുറക്കുമ്പോൾ തന്നെ അണയാത്ത വാത്സല്യം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു ചിത്രമാണ് ആദ്യം കാണാൻ കഴിയുന്നത്. ദിനചിത്രം എന്ന് പറഞ്ഞുകൊണ്ട് 3 ബ്രദേഴ്സ് ചൂരൽമല എന്ന ഒരു ചിത്രമാണ്. വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ മരിച്ച സഹോദരങ്ങളായ നിവേദ്, ധ്യാൻ, ഇഷാൻ എന്നിവരെ സംസ്കരിച്ചതിനോട് ചേർന്ന് മാതാപിതാക്കളായ അനീഷും സയനയും ഒരുക്കിയ പുൽക്കൂടിൻ്റെ ചിത്രമാണ്. ഈ ക്രിസ്മസിലേക്ക് അടുക്കുന്ന ക്രിസ്മസിന് തൊട്ട് മുമ്പുള്ള ഞായറാഴ്ച ദിവസം നമ്മുടെ കണ്ണുടക്കേണ്ട ഒരു കാഴ്ച ഇത് തന്നെയാണ്. കഴിഞ്ഞ ക്രിസ്മസിന് ധ്യാനിൻ്റെ ആഗ്രഹപ്രകാരം നക്ഷത്രവും ലൈറ്റുമൊക്കെ വീട്ടിൽ ഒരുക്കിയെങ്കിലും അത് കത്തിപ്പോയിരുന്നു. അന്ന് ധ്യാൻ അച്ഛനോട് ആവശ്യപ്പെട്ടിരുന്നു അടുത്ത ക്രിസ്മസിന് പുൽക്കൂടും നക്ഷത്രങ്ങളും ഒക്കെ ഒരുക്കണമെന്ന്. ഉരുൾ ദുരന്തം ആ അച്ഛനെയും അമ്മയെയും ബാക്കി നിർത്തി ബാക്കിയുള്ള 3 മക്കളെ കവർന്നപ്പോൾ അവരുടെ ആഗ്രഹങ്ങളിലൂടെ സഞ്ചരിക്കുകയാണിവർ. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പുത്തുമലയിലെ ഈ കുഴിമാടത്തിലെത്തുന്ന അവർ മിഠായിയും ചോക്ലേറ്റുകളും ഒക്കെ മക്കൾക്കായി സമർപ്പിക്കാറുണ്ട്. ഇതിലും വലിയ ഒരു സമർപ്പണം ഈ ക്രിസ്മസ് കാലത്ത് കാട്ടിത്തരാനുണ്ടോ? ആ 3 മക്കൾക്കായി 3 ബ്രദേഴ്സിനായി ആ അച്ഛനും അമ്മയും ഒരുക്കിയിരിക്കുന്ന പുൽക്കൂടും നക്ഷത്രവും ക്രിസ്മസ് റീത്തും ഒക്കെ നമുക്കവിടെ കാണാം. അതിൽ നിന്ന് നമുക്ക് വാർത്തകളിലേക്ക് വന്നു കഴിയുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള വാർത്ത, കെജ്രിവാളിൻ്റെ വിചാരണയ്ക്ക് മദ്യനയ കേസിൽ അനുമതി കിട്ടുന്നു, വോട്ടിന് മുൻപേ കുരുക്കിട്ട് ED എന്ന തലക്കെട്ടിലാണ് ഈ വാർത്ത മനോരമ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഡൽഹിയിൽ നിന്നുള്ള വാർത്തയാണ്. ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ട കള്ളപ്പണ കേസിൽ ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനറും ഡൽഹി മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെ വിചാരണ ചെയ്യാൻ ലഫ്റ്റനന്റ് ഗവർണർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അനുമതി നൽകി. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് 2 മാസം മാത്രം ശേഷിക്കെയാണ് AAPയെയും കെജ്രിവാളിനെയും കൂടുതൽ പ്രതിരോധത്തിലാക്കി EDയുടെ നീക്കം. മദ്യനയ കേസ് 2021 നവംബർ 17 പ്രാബല്യത്തിൽ വന്ന മദ്യനയം. അത് സ്വകാര്യ മേഖലയ്ക്ക് മദ്യവിൽപ്പന കൈമാറാനുള്ള നയമാണ്. അഴിമതി വിവാദത്തിന് പിന്നാലെ തൊട്ടടുത്ത വർഷം 2022 ജൂലൈ 31 ഇത് പിൻവലിച്ചു. കോവിഡ് കാരണമായി കാട്ടി 144 കോടിയിലധികം രൂപ ലൈസൻസ് ഫീസിൽ ഇളവ് നൽകി സർക്കാരിന് സാമ്പത്തിക നഷ്ടമുണ്ടാക്കി. അതാണ് ആരോപണം. എന്തായാലും കെജ്രിവാളിന്റെ വിചാരണയ്ക്ക് അനുമതി കിട്ടുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി മാറുകയാണ്. നമ്മൾ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അണയാത്ത വാത്സല്യം എന്നുള്ള ആ ചിത്രത്തെക്കുറിച്ച് പറഞ്ഞു. അതിന് തൊട്ട് താഴേക്ക് നമ്മൾ പത്രം വായിച്ചു വരുമ്പോൾ എങ്ങനെയാണ് നിങ്ങളൊക്കെ സാധാരണ എങ്ങനെയാണ് പത്രം വായിക്കുന്നത്? ഇടത്തു നിന്ന് വലത്തേക്കാണോ അതോ വലത്തെ വാർത്തയാണോ ആദ്യം കണ്ണിലുടക്കുന്നത്? അതുകൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർ കമൻറ്റ് ചെയ്തോളൂ. ഞാൻ ഇടത്തു നിന്ന് വലത്തേക്ക് വായിക്കുന്ന ആളാണ്. അപ്പോൾ അടുത്ത വാർത്ത വലതുഭാഗത്തേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശുപാർശ പ്രകാരം കേന്ദ്ര സർക്കാരിൻ്റെ നടപടി വരികയാണ്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്കിടെ ശേഖരിക്കുന്ന വീഡിയോ തെളിവുകൾ ഉൾപ്പെടെയുള്ളവയിൽ പൊതുജന പരിശോധന വിലക്കാൻ കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുപ്പ് ചട്ടത്തിൽ ഭേദഗതി വരുത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശുപാർശ പ്രകാരം നിയമ മന്ത്രാലയം വിജ്ഞാപനം ചെയ്ത മാറ്റം പുതിയ വിവാദമായി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സുതാര്യത സംബന്ധിച്ചുള്ള ആരോപണങ്ങൾ സാധൂകരിക്കുന്നതാണ് ഭേദഗതി എന്നതാണ് കോൺഗ്രസിന്റെ ആരോപണം. ഇതിൽ വ്യക്തമായി പറയാത്ത രേഖകൾ പൊതുജനങ്ങൾക്ക് പരിശോധിക്കാം എന്നുകൂടി പറയുന്നുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് ഈ ഒരു നടപടിയിലേക്ക് എത്തിയിരിക്കുന്നത് എന്നതാണ്. മറ്റൊരു കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ കൂടിയുണ്ട്. നല്ല സന്തോഷം തരുന്ന ഒരു കൂടിക്കാഴ്ചയാണ്. പ്രായം മറന്ന് എന്ന തലക്കെട്ടിൽ അതിന്റെ വിശദമായ വാർത്ത ഉൾപേജിലാണ്, പേജ് 8-ലാണ്. ആ ചിത്രത്തിലുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒപ്പം റിട്ടയർഡ് IFS ഉദ്യോഗസ്ഥൻ 101-കാരനായ മംഗൾ സെയിൻ ഹന്തയുമാണ്. കുവൈറ്റിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദ്വിദിന സന്ദർശനത്തിനായി. കുവൈറ്റിലെത്തുമ്പോൾ അവിടെ താമസിക്കുന്ന മുത്തച്ഛനെ സന്ദർശിക്കാമോ എന്ന് മംഗൾ സെയിൻ ഹന്തയുടെ കൊച്ചുമകൾ ശ്രേയ ജുനേജ സമൂഹ മാധ്യമത്തിലൂടെ പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചിരുന്നു. അപ്പോൾ 43 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പ്രധാനമന്ത്രി എത്തുമ്പോൾ അതിൽ ഈ IFS ഉദ്യോഗസ്ഥനെ കാണാനായി അവിടേക്ക് കൊച്ചുമകൾ ശ്രേയ ജുനേജയുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് പ്രധാനമന്ത്രി എത്തുന്നു എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. പേജ് 8 ഉൾപേജിലാണ് അതിൻ്റെ പ്രധാന വിവരങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലേക്ക് കൂടി നമുക്കൊന്ന് പെട്ടെന്ന് പോയാൽ 8-ാം പേജിൽ
കുവൈറ്റിലെ വരവേൽപ്പ് സംബന്ധിച്ചുള്ള വാർത്ത കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുവൈറ്റിൽ നൈപുണ്യവും നൂതനാശയങ്ങളും വാഗ്ദാനം ചെയ്ത് പ്രധാനമന്ത്രി പുതിയുഗ കുവൈറ്റിന് ആവശ്യമായതെല്ലാം ഇന്ത്യക്ക് നൽകാൻ കഴിയും. അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ സബായുടെ അതിഥിയായി എത്തിയ നരേന്ദ്രമോദിക്ക് വൻ വരവേൽപ്പാണ് കുവൈറ്റിൽ നൽകിയത്. എല്ലായിടത്തും ഇന്ത്യയുടെയും കുവൈറ്റിന്റെയും ദേശീയ പതാകകളും നരേന്ദ്രമോദിയുടെ ഛായാചിത്രങ്ങളും ഒക്കെ നിറഞ്ഞു എന്നുള്ളതാണ് ഉൾപേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട വാർത്ത. നമ്മൾ ഏറ്റവും ഉദ്വേഗത്തോടെ നെഞ്ചിടിപ്പോടെ ഉറ്റുനോക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട MD ആരോഗ്യവാനായി തിരിച്ചെത്തുമോ എന്നതറിയാനാണ്. എന്തായാലും അത് സംബന്ധിച്ചുള്ള വാർത്തയും ഫ്രണ്ട് പേജിൽ തന്നെ മനോരമ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. MD വാസുദേവൻ നായരുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി എന്നുള്ളതാണ് ഇപ്പോൾ മനോരമ പങ്കുവയ്ക്കുന്ന വാർത്ത. ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ ICUവിൽ കഴിയുന്ന അദ്ദേഹം മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്ന് മെഡിക്കൽ ബുള്ളറ്റിനിൽ അറിയിച്ചു. US നോർത്ത് കാരോലൈനയിലുള്ള മൂത്തമകൾ സിതാരയുടെ ഭർത്താവ് സഞ്ജയ് ഗിർമയെ ആശുപത്രിയിലെത്തി. സിതാര 2 ആഴ്ച മുൻപാണ് US മടങ്ങിയത്. ഈ 16-ാം തീയതിയാണ് MD ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വെള്ളിയാഴ്ച ഒരു ഹൃദയാഘാതം ഉണ്ടായതിനെ തുടർന്നാണ് കൂടുതൽ ആശങ്കയിലേക്ക് കാര്യങ്ങൾ പോയത്. മുണ്ടക്കൈ ചൂരൽമല വിഷയത്തിൽ ഇന്ന് പ്രത്യേക മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. അതും ഒരു ബോക്സ് വാർത്തയെ മനോരമ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 3 മണിക്കാണ് പ്രത്യേക യോഗം. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഓൺലൈനായിട്ടാണ് യോഗം. പുനരധിവാസ ടൗൺഷിപ്പിനുള്ള സ്ഥലമേറ്റെടുക്കൽ, പുനരധിവാസത്തിലുള്ള ഗുണഭോക്താക്കളെ നിശ്ചയിച്ചതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ, അതൊക്കെയാണ് പ്രധാനമായും ഈ യോഗത്തിൽ ചർച്ചയാകുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ സന്ദേശങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്ന് പോകാമെന്ന് കരുതുന്നു. എന്തായാലും നമുക്ക് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ക്രിസ്മസിന് മുമ്പുള്ള ഞായറാഴ്ച ആയതുകൊണ്ട് കുറേ പ്ലാനുകളൊക്കെ ഉണ്ടാവും അല്ലേ. അതുപോലെ തന്നെ അവധിക്കാലം തുടങ്ങുകയാണ്. അപ്പോൾ അവധി തുടങ്ങുന്നതിൻ്റെ ഒരു ആവേശത്തിലൊക്കെ ആയിരിക്കും പ്രിയപ്പെട്ട കൂട്ടുകാരൊക്കെ. ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും അതിൻ്റെ ഒരു കുറച്ചൊക്കെ പതുക്കെ എഴുന്നേറ്റാൽ മതി, അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്ത ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മുടെ കുറേ പ്രേക്ഷകരുടെ സന്ദേശങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ സന്ദേശങ്ങളിലേക്കൊന്ന് പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ ഗുഡ് മോർണിംഗ് പറയുന്നു ഇസ്മയിൽ, അജയ് രാജ്, ഒപ്പം ഗുഡ് മോർണിംഗ് സുജയ ചേച്ചി, സോനു ഇടുക്കി, ഹാവ് എ നൈസ് ഡേ. അപ്പോൾ സോനു ഇടുക്കിക്കും ഒപ്പം ആ സന്ദേശം വിട്ട സുനിൽകുമാർ എന്ന IDക്കുമൊക്കെ ഒരു നല്ല ദിവസമാകട്ടെ. അരുൺ സാർ എവിടെയെന്ന് സഫാൻ ചോദിക്കും. ഞാൻ പറഞ്ഞില്ലേ, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒന്ന് വിശ്രമിച്ചോട്ടെ. വിശ്രമം എന്ന് പറയുന്നത് അധികം എടുക്കാറില്ലല്ലോ ഡോക്ടർ അരുൺ. അപ്പോൾ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ നമുക്ക് വിളിച്ചുകൊണ്ട് വരാം. നാളത്തേക്കാക്കുന്നില്ല, ഇന്ന് വൈകിട്ട് എന്തായാലും നമുക്ക് എത്തിക്കാം. നല്ല അർത്ഥവത്തായ കഥ എന്ന് ഉബൈദുള്ള പറയുന്നു. അതിൻ്റെ കൂടെ പറയുന്നുണ്ട് തൃശ്ശൂർ തീരുമാനമെടുക്കാൻ വൈകി കൊണ്ടുപോയി, പാലക്കാട് കൃത്യസമയത്ത് തീരുമാനമെടുത്തു, അതുകൊണ്ട് കൊണ്ടുപോയില്ല. എന്താണെന്തോ ഉദ്ദേശിച്ചത്. മൊഫീദ് സുജയിൽ കോഫിയൊക്കെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരും ഒരു കാപ്പി കപ്പൊക്കെ കയ്യിലെടുത്തോളൂ. ചായയാണ് ഇഷ്ടമെങ്കിൽ അതും എടുത്തോളൂ. ബാക്കി വാർത്തയൊക്കെ ഞാൻ പറഞ്ഞു തരാം. സ്പോർട്സ് വാർത്ത ആദ്യം വായിക്കുമെന്നാണ് സഫ്വാൻ പറഞ്ഞത്. അതുപോലെ ഇടത്തു നിന്ന് വലത്തേക്ക് ഫസ്റ്റ് പേജ് എടുത്തത് ലാസ്റ്റ്, ബാക്കി വലതു നിന്ന് ഇടത്തേട്ടാണ് ഞാൻ വായിക്കുന്നത് എന്ന് സിദ്ദിഖ് പറയുന്നുണ്ട്. അരുൺ സാർ എവിടെ പോയി എന്ന് കിഷൻ കുമാർ ചോദിക്കുന്നു. അരുൺ സാർ വൈകുന്നേരം ആകുമ്പോഴേക്കും വരാൻ വേണ്ടി രാവിലെ വരാത്തതാണ്. വിവാഹമുണ്ടെന്ന് സഫ്വാൻ പറയുന്നു. വേർ ഈസ് അരുൺ ബ്രോ എന്ന് ചോദിക്കുന്നു. അരുൺ ബ്രോ ഇപ്പോൾ വീട്ടിൽ കിടന്ന് ഉറങ്ങുമായിരിക്കും, ചിലപ്പോൾ എഴുന്നേറ്റിട്ടുണ്ടാവും, എന്താണെന്നറിയില്ല. എന്തായാലും നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് നമുക്കിവിടെ എത്തിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഗുഡ് മോർണിംഗ്, ഞാൻ നിങ്ങളുടെ ബിപിൻ ജോഷിയുടെ അമ്മയാണ് എന്ന് ബിന്ദു പറയുന്നു. ഹായ്. അപ്പോൾ അമ്മ രാവിലെ തന്നെ എഴുന്നേറ്റ് നമുക്കൊപ്പം ഉണ്ട്. അപ്പോൾ ആ സന്തോഷത്തോടെ അടുത്ത പത്രത്തിലേക്ക് ഞാൻ കിടക്കുന്നു. മാതൃഭൂമി എടുക്കുമ്പോൾ നമ്മൾ മനോരമയിൽ പടമല്ലേ നോക്കി. അപ്പോൾ മാതൃഭൂമിയിലെ ഫ്രണ്ട് പേജിലെ പരസ്യമുണ്ട് കേട്ടോ കുറേ. ഫ്രണ്ട് പേജിൽ ആനന്ദഗീതം എന്ന് പറഞ്ഞ ഒരു ചിത്രമുണ്ട്. എറണാകുളത്തപ്പൻ മൈതാനിയിലെ സുഹൃതം ഭാഗവത യജ്ഞവേദിയിൽ സോപാന സംഗീതജ്ഞൻ ഏലൂർ ബിജുവും 220 ശിഷ്യരും ചേർന്ന് അവതരിപ്പിച്ച ആനന്ദ സംഗീതം എന്ന സോപാന സംഗീത പരിപാടിയുടെ ചിത്രമാണ്. സ്നേഹ സോപാനം എന്ന ജീവകാരുണ്യ പ്രസ്ഥാനത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചായിരുന്നു ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് നടത്തിയ പരിപാടി. അതിൽ ചെറിയ കുട്ടികൾ മുതൽ എല്ലാവരുമുണ്ട്. 220 ശിഷ്യരെ അണിനിരത്തിക്കൊണ്ട് ഒരു ഗുരു നടത്തുന്ന ഒരു പരിപാടിയുടെ ചിത്രമാണ് TK പ്രദീപ് കുമാർ മാതൃഭൂമിയിൽ പങ്കുവച്ചിരിക്കുന്നത്. വാർത്തകളിലേക്ക് വന്നു കഴിഞ്ഞാൽ തലക്കെട്ട് വാർത്തയായി കൊടുത്തിരിക്കുന്നത് പഴയ വാഹനങ്ങൾക്ക് പുത്തൻ GST 18% എന്നുള്ള വാർത്തയാണ്. വൈദ്യുത വാഹനങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ച വാഹനങ്ങൾ വാണിജ്യാടിസ്ഥാനത്തിൽ വാങ്ങി വിൽപ്പന നടത്തുന്ന ഇടപാടുകളിന്മേൽ ചുമത്തുന്ന GST 12% നിന്ന് 18%ആക്കി. ഉപയോഗിച്ച വാഹനങ്ങൾ വ്യക്തികൾ തമ്മിൽ വാങ്ങുന്നതിന് ഈ വർധന ബാധകമല്ല. വിമാന ഇന്ധനമായ ഏവിയേഷൻ ടർബൈൻ ഫ്യൂവൽ GSTയുടെ പരിധിയിൽ കൊണ്ടുവരുന്നതിൽ യോജിപ്പുണ്ടായില്ല. GST കൗൺസിൽ യോഗം രാജസ്ഥാനിലെ ജയ്സാൽമറിൽ ചേർന്നിരുന്നു. ആ യോഗത്തിലാണ് തീരുമാനം. ഇൻഷുറൻസ് പ്രീമിയത്തിൽ GST ഒഴിവാക്കുന്നതിൽ തീരുമാനമായിട്ടില്ല. ബാങ്കുകളുടെ പിഴയിൽ GST പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പ്രീമിയത്തിലെ നികുതി ഇളവിൽ മന്ത്രിതല ഉപസമിതിയായിരിക്കും തീരുമാനമെടുക്കുക. അതാണ് പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ രാജസ്ഥാനിലാണ് ഈ തീരുമാനം നമ്മൾ പറയുമ്പോൾ ജയ്പൂരിലുണ്ടായ ഒരു ട്രക്ക് അപകടത്തിന്റെ വാർത്തയും ഫ്രണ്ട് പേജിലുണ്ട്. ട്രക്ക് അപകടത്തിൽ LPG ടാങ്കറാണ് അപകടത്തിൽപ്പെട്ടത്. അതിൽ മരിച്ചവരുടെ എണ്ണം 14ആയി. 5 പേരുടെ മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടില്ല. ഗുരുതരമായി പൊള്ളലേറ്റ 27 പേർ SMS ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. അതിൽ 7 പേർ വെന്റിലേറ്ററിലാണ്. ഇന്നലെ പുലർച്ചെയുണ്ടായ ഒരു അപകടമാണ്. പെട്രോൾ പമ്പിന് സമീപമാണ്, അജ്മീർ ഹൈവേയിൽ പെട്രോൾ പമ്പിന് സമീപമാണ് അപകടം ഉണ്ടായത്. ആ അപകടത്തിലെ മരണം ഇപ്പോൾ 14 ആയിരിക്കുന്നു എന്നുള്ള
പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ മാതൃഭൂമി ഫ്രണ്ട് പേജിൽ പങ്കുവച്ചിരിക്കുന്നത്. മറ്റൊരു തലക്കെട്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കൗതുകമുണ്ടാക്കുന്ന ഒരു തലക്കെട്ടാണ് കേട്ടോ. ഇങ്ങനെ താഴെയായിട്ടാണ്, പരസ്യമല്ല കേട്ടോ, ഇപ്പുറത്തെ തലക്കെട്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. ഹുണ്ടികയിൽ ഐഫോൺ വീണു, തിരികെ നൽകില്ലെന്ന് ക്ഷേത്രം. അബദ്ധത്തിൽ ഹുണ്ടികയിൽ വീണ ഐഫോൺ, ഹുണ്ടിക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭണ്ഡാരപ്പെട്ടി, ആ ഭണ്ഡാരപ്പെട്ടിയിൽ വീണ ഐഫോൺ യുവാവിന് തിരികെ നൽകാൻ വിസമ്മതിച്ച് തിരുപ്പോരൂർ കന്തസ്വാമി ക്ഷേത്രം അധികൃതർ. ഹുണ്ടികയിൽ വീഴുന്നതെന്തും ദൈവത്തിന് സ്വന്തമാണെന്നാണ് ന്യായീകരണം. വിവാദമായതോടെ ദേവസ്വം മന്ത്രി പി കെ ശേഖർ ബാബു ഇടപെട്ടു. വിഷയം പരിശോധിച്ച ശേഷം സാധ്യമെങ്കിൽ ഫോൺ തിരികെ നൽകുന്ന കാര്യം പരിഗണിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. എന്തായാലും രസമായിട്ടുണ്ട്. ഒരു മാസം മുമ്പ് കുടുംബസമേതം ക്ഷേത്രത്തിൽ പോയതാണ് വിനായകപുരം സ്വദേശി ദിനേശ്. ഹുണ്ടികയിൽ വീണ് ഫോൺ തിരിച്ചെടുക്കാനായിട്ട് ആദ്യം അദ്ദേഹം സ്വന്തം നിലയ്ക്ക് ഒന്ന് ശ്രമിച്ചു. പക്ഷേ അത് നടക്കാതെ വന്നപ്പോൾ ക്ഷേത്രം അധികൃതരെ സമീപിച്ചപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ വെള്ളിയാഴ്ച ഈ ഹുണ്ടിക തുറക്കുന്ന സമയത്ത് ഇങ്ങ് വരൂ എന്ന് പറഞ്ഞു. തുറന്നപ്പോൾ അധികൃതർ ദിനേശിനെ അറിയിച്ചു. പക്ഷേ ദിനേശൻ വന്നപ്പോൾ ഫോൺ കൊടുത്തില്ല. സിം കാർഡ് തിരികെ നൽകി. ഫോണിൽ നിന്ന് ഡാറ്റ ഡൗൺലോഡ് ചെയ്യാൻ എന്തായാലും അധികൃതർ അനുവാദം നൽകി. മറ്റൊരു സിം കാർഡ് എടുത്തതിനാൽ സിം കാർഡ് തിരിച്ച് വാങ്ങിയില്ല. ഫോൺ എങ്ങനെ അബദ്ധത്തിൽ വീഴും? ഇരുമ്പ് വേലി കെട്ടിയാണ് ഈ ഹുണ്ടിക സ്ഥാപിച്ചിരിക്കുന്നത്. അതിലെങ്ങനെയാണ് ഈ ഫോൺ അബദ്ധത്തിൽ വീഴും? ഹുണ്ടികയിൽ വീണ കുഞ്ഞ് ക്ഷേത്ര സ്വത്തായി മാറുന്ന കഥയുമായി പാളയത്തമ്മൻ എന്ന തമിഴ് സിനിമ, അത് പ്രേക്ഷകർ ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലെ സമാനമായ ഒരു കാര്യം നമ്മുടെ തൊട്ടടുത്ത് സംഭവിച്ചിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഈ PM ഉഷ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ്. അതോടൊപ്പം തന്നെ ഉൾപേജുകളിലേക്കും കൂടി നമുക്കൊന്ന് പോകാം. പലിശക്കാരെ പൂട്ടുന്നത് സംബന്ധിച്ചുള്ള വാർത്തകൾ ഫ്രണ്ട് പേജിൽ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. പലിശക്കാരെ പൂട്ടുമെന്നുള്ള വാർത്ത. അംഗീകാരമില്ലാത്ത വായ്പ വിലക്കി കേന്ദ്ര നിയമം വരുന്നു. അതായത് അനധികൃത വായ്പാ വിതരണം അത് ധാരാളമുണ്ടല്ലേ. ഈ വട്ടി പലിശക്കാർ കുറേ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരെ പൂട്ടുന്നതിന് പുതിയ നിയമം കൊണ്ടുവരുന്നു. അനധികൃത നിക്ഷേപം സ്വീകരിക്കുന്നതും കള്ളപ്പണ ഇടപാടും തടയാൻ പ്രത്യേക നിയമം നിലവിലുണ്ട്. സമാന മാതൃകയിൽ വായ്പാ വിതരണത്തിലും അംഗീകൃത രീതി നിർണ്ണയിക്കുന്നതാണ് ഈ നിയമം. RBIയുടെയോ മറ്റേ ഏജൻസികളുടെയോ അംഗീകാരമില്ലാതെയുള്ള പണയ വായ്പ നൽകുന്നതും പലിശയ്ക്ക് പണം കൊടുക്കുന്നതും നിരോധിത ഇടപാടായി മാറും. അപ്പോൾ കുബേരന്മാർക്കൊക്കെ ഒരു പൂട്ട് വീഴുമെന്ന് ചുരുക്കം. പുതിയ നിയമത്തെക്കുറിച്ചുള്ള നിർദ്ദേശം സമർപ്പിക്കാനായി കരട് ബില്ല് സഹിതം കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ശിക്ഷ 2 വർഷം മുതൽ 7 വർഷം വരെ തടവ് ശിക്ഷ, 2 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ പിഴ. ഇങ്ങനെ നൽകിയ വായ്പ തിരിച്ചുപിടിക്കാൻ സമ്മർദ്ദം ചെലുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന സ്ഥിതിയുണ്ടായാൽ 10 വർഷം വരെ തടവ്. അപ്പോൾ കുബേരന്മാർക്ക് ശരിക്കും പണി കിട്ടാനുള്ള എല്ലാ സാധ്യതയും തെളിയുന്നുണ്ട് എന്നതാണ് ഈ പലിശക്കാരെ പൂട്ടുമെന്നുള്ള വാർത്തയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നേരത്തെ നമ്മൾ പ്രധാനമന്ത്രിയുടെ ചിത്രം കൊച്ചുമകളുടെ ആഗ്രഹപ്രകാരം മുത്തച്ഛനെ കണ്ടതാണ് മനോരമ പങ്കുവച്ചതെങ്കിൽ മാതൃഭൂമിയിൽ 2 ദിവസത്തെ സന്ദർശനത്തിനായി ശനിയാഴ്ച കുവൈറ്റിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാമായണവും മഹാഭാരതവും അറബിക് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയ അബ്ദുള്ള ബറൂൻ, പ്രസാധകൻ അബ്ദുൽ ലത്തീഫ് അൽ നിസഫ് എന്നിവർക്കൊപ്പം നിൽക്കുന്നു. 43 വർഷത്തിന് ശേഷമുള്ള സന്ദർശനത്തിലെ പ്രധാനപ്പെട്ട ഒരു ചിത്രമായി ഫ്രണ്ട് പേജിൽ അത് കൊടുക്കുന്നു. ഉൾപേജിലാണ് വാർത്ത നൽകിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സാബുവിന് ഭീഷണി. നമ്മൾ കഴിഞ്ഞ ദിവസം വിശദമായി തന്നെ റിപ്പോർട്ട് കൊടുത്ത വാർത്തയാണ്. കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മുന്നിൽ ജീവനൊടുക്കിയ നിക്ഷേപകൻ സാബുവിനെ മുൻ ഏരിയ സെക്രട്ടറി ഭീഷണിപ്പെടുത്തുന്ന ഫോൺ വിളി പുറത്തു വന്നതോടെ CPIM പ്രതിരോധത്തിലായി. നമ്മൾ ഇന്നലെ ആ ഫോൺ സംഭാഷണം പുറത്തുവിട്ടിരുന്നു. CPIMന്റെ ജില്ലാ കമ്മിറ്റി അംഗം VR സജിയുമായുള്ള ഫോൺ സംഭാഷണമാണ്. CPIMനെ അത് പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു. സാബുവിന്റെ മൃതദേഹത്തിന്റെ അരികെ ഭാര്യ മേരിക്കുട്ടിയും അച്ഛൻ തോമസും ഒക്കെ നിൽക്കുന്ന ചിത്രമടക്കമാണ് ആ വാർത്ത പ്രാധാന്യത്തോടു കൂടി നൽകിയിരിക്കുന്നത്. വിഷ്ണുവിൻ്റെ ലോകത്തുണ്ട് വലിയ കൂട്ടുകാർ എന്നൊരു വാർത്ത അതിന് തൊട്ടടുത്തായി തന്നെ നമുക്ക് കാണാം. കുന്നംകുളത്ത് നിന്നുള്ള KR ബാബുവിൻ്റെ റിപ്പോർട്ടാണ്. പഴുനാന കൊട്ടിലിങ്ങൽ വിഷ്ണു ബൈക്ക് അപകടത്തിൽ വീണുപോയിട്ട് വർഷം 10 അന്ന് മുതൽ കൂട്ടുകാരുടെ കരുതൽ ഈ കുടുംബത്തിന് തണലാകുന്നു. സൗഹൃദ കൂട്ടായ്മ 5000 രൂപ വീതം എല്ലാ മാസവും വിഷ്ണുവിനായി നൽകുന്ന വാർത്തയാണ്. അപ്പോൾ വിഷ്ണു ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ലബീബ് ഹസനും സുഹൃത്തുക്കൾക്കൊപ്പം ഉള്ള ഒരു ചിത്രം കൂടി പങ്കുവച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കൂട്ടുകാരുള്ളതാണ് നമുക്കൊക്കെ ഏറ്റവും കൂടുതൽ മുന്നോട്ട് പോകാൻ ഒരു പ്രേരണ നൽകുന്നത് എന്ന് ചുരുക്കം. MTയുടെ ആരോഗ്യനില നേരിയ പുരോഗതി എന്ന വാർത്ത മാതൃഭൂമിയും പങ്കുവയ്ക്കുന്നുണ്ട്. അദ്ദേഹം എത്രയും പെട്ടെന്ന് ആരോഗ്യനില മെച്ചപ്പെടട്ടെ. മറ്റു വാർത്തകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ജർമ്മൻ ക്രിസ്മസ് ചന്തയിലുണ്ടായ ആക്രമണം, വിദേശ വാർത്ത പ്രാധാന്യത്തോടുകൂടി മാതൃഭൂമി ഫ്രണ്ട് പേജിൽ കൊടുത്തിട്ടുണ്ട്. കിഴക്കൻ ജർമ്മനിയിലെ മാഗ്ഡൻബുർഗിലുള്ള ക്രിസ്മസ് ചന്തയിലേക്ക് വെള്ളിയാഴ്ച രാത്രി കാർ ഇടിച്ചു കയറ്റിയ അപകടത്തിൽ 9 വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ 5 പേർ മരിച്ചു. ആ ആക്രമണം ഉണ്ടായ സ്ഥലത്ത് പൂക്കളർപ്പിക്കുന്നവരുടെ ഒരു ചിത്രം അതുകൂടി പങ്കുവയ്ക്കുകയാണ്. സംഭവം ഭീകരാക്രമണമെന്ന് സംശയിക്കുന്നതായി അധികൃതർ പറയുന്നുണ്ട്. അപകടത്തിന് ഇടയാക്കിയത് സൗദി വംശജനായ മനോരോഗ വിദഗ്ധൻ താലിബ് A ആണ്. ജർമ്മനിയിലാണ് അദ്ദേഹം 2006 മുതൽ താമസിക്കുന്നത്. അദ്ദേഹത്തെയാണ് ഇപ്പോൾ സംഭവ സ്ഥലത്ത് നിന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ കോട്ടയത്ത് നിന്നുള്ള ഇരട്ട കൊലപാതകത്തിന്റെ വാർത്ത അതും ഫ്രണ്ട് പേജിൽ തന്നെയുണ്ട്. സ്വത്ത് തർക്കത്തെ തുടർന്ന് വീട്ടിൽ അതിക്രമിച്ചു കയറിയ അനുജനെയും അമ്മാവനെയും വെടിവെച്ചു കൊന്ന പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം ഉൾപ്പെടെ 36 വർഷവും 3 മാസവും തടവും 20 ലക്ഷം രൂപ പിഴയും ശിക്ഷ. അനുജനെയും അമ്മാവനെയുമാണ് വെടിവെച്ചു കൊന്നത്. അപ്പോൾ വാദങ്ങളെല്ലാം തള്ളിക്കൊണ്ടാണ് ഇരട്ട ജീവപര്യന്തം വിധിച്ചിരിക്കുന്നത്. മറ്റ് വാർത്തകളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ
പ്രധാനപ്പെട്ട വാർത്തകൾ ഇതൊക്കെയാണ് ഫ്രണ്ട് പേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിദേശത്തേക്ക് സൈബർ അടിമകൾ, തമിഴ്നാട്ടിലുടനീളം CBCIDയുടെ പരിശോധന എന്ന വാർത്തയും ഫ്രണ്ട് പേജിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. സർവകലാശാല തെരഞ്ഞെടുപ്പുകളുടെ വാർത്ത ഉൾപേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് മറ്റു വാർത്തകളിലേക്ക് കൂടി വന്നു കഴിഞ്ഞാൽ, സർവകലാശാല തെരഞ്ഞെടുപ്പുകളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിക്കൊണ്ടാണ് SFI മുന്നോട്ട് പോകുന്നത്. അതും ഉൾപേജിലെ വാർത്തയായി ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് മാതൃഭൂമിയിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ. അതോടൊപ്പം ഉന്നത വിദ്യാഭ്യാസം സംബന്ധിച്ചുള്ള വാർത്തയാണ് ദേശാഭിമാനിയിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജിലേക്ക് വരാം. നമ്മൾ 2 പത്രങ്ങൾ കവർ ചെയ്തു. 3ാമത്തെ പത്രത്തിലേക്ക് കടക്കുമ്പോൾ, സർവകലാശാലകളിൽ SFI തേരോട്ടം, പോണ്ടിച്ചേരിയിൽ ഉജ്ജ്വല വിജയം. ആകെ 15 സീറ്റിലും SFI പാനൽ വൻ ഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുക്കപ്പെട്ടു. പോണ്ടിച്ചേരിയിൽ ആദ്യമായിട്ടാണ് ഒരു സമ്പൂർണ്ണ പാനൽ അധികാരത്തിലേക്ക് വരുന്നത്. അപ്പോൾ ആ വാർത്തയാണ് ദേശാഭിമാനി പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നത്. സമയം 6 മണി കഴിഞ്ഞ് 51 മിനിറ്റ് ആയിരിക്കുന്നു. നമുക്കൊരു ചെറിയ ഇടവേള എടുക്കാൻ സമയമായിരിക്കുകയാണ്. ആ ഇടവേളയെക്കുറിച്ച് നമ്മുടെ പ്രിയപ്പെട്ട പൂജ, ഞങ്ങളുടെ പ്രൊഡ്യൂസർ, ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പ്രേക്ഷകരുടെ വർത്തമാനങ്ങളും ഒപ്പം നമ്മുടെ വാർത്തകളും എല്ലാം ചേർത്ത് നമുക്ക് ഈ വാർത്തായാത്ര മുന്നോട്ട് കൊണ്ടുപോകും. നമുക്ക് വാർത്തകളിലേക്ക് തിരിച്ചു വന്നാൽ, ഞാൻ എവിടെയായിരുന്നു നിർത്തിയത്? ദേശാഭിമാനിയിലായിരുന്നു നിർത്തിയത്. നമ്മുടെ കുറേ പ്രേക്ഷകരുടെ സന്ദേശങ്ങളൊക്കെ വരുന്നുണ്ട്. ആ സന്ദേശങ്ങളിലേക്ക് വരാം. അതിന് മുന്നേ ഞാൻ ഈ പത്രം ഒന്ന് വായിച്ചു തീർത്തോട്ടെ, അല്ലെ ക്രിസ്റ്റി വഴക്ക് പറയും. ഉന്നത വിദ്യാഭ്യാസത്തിലും ഉയരെ എന്ന തലക്കെട്ടിൽ ദേശാഭിമാനിയിൽ കൊടുത്തിരിക്കുന്ന വാർത്തയിലേക്കാണ്. രാജ്യത്ത് ഉന്നത വിദ്യാഭ്യാസം നേടുന്നവരുടെ എണ്ണത്തിൽ കേരളം മുന്നിൽ. നമുക്ക് അഭിമാനകരമായ നേട്ടത്തെക്കുറിച്ചാണ് ഈ റിപ്പോർട്ട്. ധനവകുപ്പിന് കീഴിലെ സ്വതന്ത്ര ഗവേഷണ സ്ഥാപനമായ പബ്ലിക് പോളിസി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് PPRI തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് കേരളത്തിന്റെ മികവ് തെളിയിക്കുന്നത്. സ്ത്രീകൾ, പട്ടികജാതി പട്ടികവർഗം തുടങ്ങിയ വിഭാഗങ്ങൾ ആർജിച്ച വിദ്യാഭ്യാസ നേട്ടങ്ങളിലും കേരളം ദേശീയ ശരാശരിയേക്കാൾ ഏറെ മുന്നിലാണ്. 2021-22 കണക്കനുസരിച്ച് സംസ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസം നേടുന്നവർ 41%. ദേശീയ ശരാശരി 28.4%. കേരളത്തിൽ 9 വർഷത്തിനിടെ 18.9% വർധന കാട്ടുന്നു എന്നതുകൂടി വെച്ച് നോക്കുമ്പോൾ, ഉന്നത വിദ്യാഭ്യാസം നേടുന്ന സ്ത്രീകളുടെ എണ്ണത്തിലുണ്ടായിരിക്കുന്ന വർധന, ആൺകുട്ടികളുടെ എണ്ണത്തിൽ 15.6% വർധന, അങ്ങനെ ദേശീയ ശരാശരിയേക്കാൾ മുന്നിലാണ് ഇപ്പോൾ കേരളം നിൽക്കുന്നത്. ആ ഒരു വിജയ തുടർച്ച നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അപ്പോൾ സന്തോഷമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ദേശാഭിമാനി ഫ്രണ്ട് പേജിൽ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് വന്നു കഴിഞ്ഞാൽ, മികവ് കൂട്ടാൻ 405 കോടി എന്ന ഒരു റിപ്പോർട്ട് വരുന്നുണ്ട്. PM ഉഷ പദ്ധതിയിലാണ് NAAC അക്രഡിറ്റേഷനുകളിലും NIRF റാങ്കിങ്ങിലും കുതിക്കുന്ന കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കാണ് 405 കോടിയുടെ ധനസഹായം വരുന്നത്. സമഗ്ര ധനസഹായ പാക്കേജിലാണ് ഈ പണം ലഭ്യമാകുക. കോളേജുകൾക്ക് ലഭിച്ചിരിക്കുന്ന തുക എങ്ങനെയാണ്, അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഒരു പങ്കാളിത്തത്തോടെയുള്ള പദ്ധതിയാണ്. അതിൻ്റെ വിവരങ്ങളാണ് എന്തായാലും ഈ ഫ്രണ്ട് പേജിൽ തന്നെ പങ്കുവച്ചിരിക്കുന്നത്. ഇപ്പോൾ സമയം 7 മണിയാവുന്നു. അതിന്